മിത്രാഭിഷേക രജത ജൂബിലി ആഘോഷിക്കുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായിരിക്കുന്ന അത്യഭിവന്യ കർദിനാൾ മോർ ആൻഡ് മോർ ബസാലിയോസ് ക്ലീമീസ് കാത്തോലിക്ക ബാവയ്ക്ക് മലങ്കര കാത്തലിക് അസോസിയേഷന്റെ പ്രാർത്ഥനാ ആശംസകൾ അഭിമാന പുരസ്സരം അർപ്പിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അൽമായ പ്രസ്ഥാനമായി മലങ്കര കാത്തലിക് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്തിട്ട് 30 വർഷം പൂർത്തിയാവുകയാണ്. ഈ പ്രസ്ഥാനത്തിന് ജന്മം നൽകിയ ഭാഗ്യസ്മരണാർഹനായ സിറിൽ ബസാലിയോസ് കാത്തോലിക്ക ബാവയുടെയും ആദ്യ ചെയർമാനായിരുന്ന ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് മാർ ദിവന്യാസിയോസ് പിതാവിൻ്റെയും ദീപ്ത സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കഴിഞ്ഞ 3 ദശാബ്ദക്കാലങ്ങളായി വിവിധ കാലഘട്ടങ്ങളിലും പ്രസ്ഥാനത്തിൻ്റെ എല്ലാ സംഘടനാ തലങ്ങളിലും നിസ്വാർത്ഥമായി ശുശ്രൂഷ നിർവഹിച്ച അഭിവന്ദ്യരായ പിതാക്കന്മാരെയും ബഹുമാന്യരായ വൈദികരെയും അൽമായ നേതാക്കന്മാരെയും സർവ്വ ബഹുമാനങ്ങളോടും കൂടി ഓർക്കുന്നു. മൺമറഞ്ഞു പോയവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമമർപ്പിക്കുന്നു. 1996 രൂപം കൊണ്ട MCAയുടെ അടിസ്ഥാന ചരിത്രം 1905 മെയ് 13 ഉദ്ഘാടനം ചെയ്യപ്പെട്ട കത്തോലിക്ക ക്രിസ്തീയ മഹാസഭയിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. അഭിവന്ദ്യ മാർ ലൂയിസ് പഴയപറമ്പിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ, കൊച്ചി, ബ്രിട്ടീഷ് മലബാർ പ്രദേശത്തെ കത്തോലിക്ക അൽമായരുടെ സാമൂഹ്യ സംഘടനയായി ഇത് നിലകൊണ്ടു. 1930 സെപ്റ്റംബർ 20 പുനരൈക്യ പ്രസ്ഥാനത്തിലൂടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ജന്മമെടുത്തു. ഭാഗ്യസ്മരണാർഹനായ ധന്യന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ താൽപ്പര്യത്തിലും നേതൃത്വത്തിലും ശിക്ഷണത്തിലും ഈ സഭയിലെ അൽമായർ ഈ പ്രസ്ഥാനത്തിൽ അംഗങ്ങളായി. മാർ ഇവാനിയോസ് മെത്രാപ്പൊലിത്തയുടെ അധ്യക്ഷതയിൽ 1931 മൂവാറ്റുപുഴയിൽ വെച്ച് നടന്ന അൽമായ സംഗമത്തിൽ വെച്ച് അഖില കേരള കത്തോലിക്ക കോൺഗ്രസ് AKCC എന്ന പുതിയ പേര് സ്വീകരിച്ചു. മലങ്കര കത്തോലിക്ക സഭയുടെ സവിശേഷമായ അൽമായ ദർശനങ്ങളും ആഭിമുഖ്യങ്ങളും പരിഗണിച്ച് ഒരു തനതായ അൽമായ പ്രസ്ഥാനമായി 1940 ആരംഭിച്ച മലങ്കര സിറിയൻ കത്തോലിക്ക കോൺഗ്രസ് 1960 ശേഷം വീണ്ടും AKCCയിൽ ലയിച്ചു. 1995 AKCC സീറോ മലബാർ സഭയുടെ അൽമായ പ്രസ്ഥാനമായി നിശ്ചയിക്കപ്പെടുകയും മലങ്കര കത്തോലിക്ക സഭയിലെ അൽമായർക്ക് പ്രത്യേകമായി മലങ്കര കാത്തലിക് അസോസിയേഷൻ എന്ന പേരിൽ അൽമായ പ്രസ്ഥാനം ജന്മമെടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ സഭയുടെ ഔദ്യോഗികമായ സാന്നിധ്യമാണ്, നമ്മുടെ അൽമായരിലൂടെയുള്ള സാന്നിധ്യമാണ് നമ്മുടെ ഈ സംഘടന. പല സംഘടനകൾ നമുക്കുണ്ട്. അതിലൊരു സംഘടനയാണ് മലങ്കര കത്തോലിക്ക അൽമായ സംഘടന എന്ന് നമുക്ക് തെറ്റിദ്ധരിക്കുന്നത്. ഇത് നമ്മുടെ സഭാ സംഭവമാണ്. MCA രൂപീകരണ വേളയിൽ കേവലമായ ഒരു അൽമായ കൂട്ടായ്മ എന്നതിനപ്പുറം ശക്തവും വ്യക്തവുമായൊരു ദാർശനിക അടിത്തറ രൂപപ്പെടുത്തുന്നതിന് സിറിൽ പിതാവ് പ്രത്യേകം ശ്രദ്ധിച്ചു. സംഘടനകളിലൂടെ കൂടുതൽ ശക്തവും സജീവവുമാകുന്ന സഭാ സംവിധാനം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭാ കൂട്ടായ്മയെ പ്രായപരിധിക്കനുസരിച്ച് 3 വ്യത്യസ്ത തലങ്ങളായി തരംതിരിച്ചു. കുട്ടികളുടെ സഭയായി മതബോധന രംഗവും, യുവജന സഭയായി മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റും, അൽമായ സഭയായി MCAയും നിർവചിക്കപ്പെട്ടു. ഈ സംവിധാനത്തിന് സമാന്തരമായോ പകരമായോ തുല്യമായോ മറ്റൊരു പ്രസ്ഥാനവും പാടില്ല എന്നും എല്ലാ ഇടവകകളിലും ഈ 3 പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തനം നിർബന്ധമാണെന്നും പിതാവ് നിർദ്ദേശിച്ചു. അൽമായ പ്രേക്ഷിത ദൗത്യ നിർവഹണത്തിൽ മാതൃസംഘം, പിതൃസംഘം തുടങ്ങിയ ആത്മീയ പ്രസ്ഥാനങ്ങൾ MCAയുടെ ചാലകശക്തിയായി നിലകൊള്ളണമെന്ന് നിർദ്ദേശിച്ചു. ഈ 3 പ്രസ്ഥാനങ്ങളുടെയും ആകെ അംഗസംഖ്യ ഇടവകയുടെ അംഗസംഖ്യയ്ക്ക് തത്തുല്യമായിരിക്കണം. നിലവിലുള്ള MCA ഭരണഘടന നിശ്ചയിക്കുന്ന പ്രായപരിധിക്കുള്ളിലുള്ള എല്ലാ അൽമായരും സ്വയം മാറി നിൽക്കാനോ മാറ്റി നിർത്താനോ പാടില്ലാത്ത വിധം MCA അംഗങ്ങളാണെന്ന് പിതാവ് പഠിപ്പിച്ചു. സഭയുടെ ചലനാത്മകതയും സംഘാതശേഷിയും അളക്കുന്ന മുഖ്യ മാനദണ്ഡമായി MCAയുടെ പ്രവർത്തനങ്ങളെ പിതാവ് വിലയിരുത്തി. 1996 മാർച്ച് 2 അഭിവന്ദ്യ
സിറിൽ മാർ ബസേലിയോസ് പിതാവിൻ്റെ അധ്യക്ഷതയിൽ തിരുവല്ല ശാന്തി നിലയത്തിൽ തിരുവനന്തപുരം, തിരുവല്ല, ബത്തേരി എന്നീ ഭദ്രാസനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അൽമായ പ്രതിനിധികൾ സമ്മേളിക്കുകയും ബഹുമാനപ്പെട്ട വർഗീസ് മാവേലിയച്ചൻ വൈദിക ഉപദേഷ്ടാവായി അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വരികയും ചെയ്തു. ഈ അഡ്ഹോക് കമ്മിറ്റിയിൽ ശ്രീ വർഗീസ് കരിപ്പായൽ പ്രസിഡന്റ്, ശ്രീ മത്തായി മരുതൂർ, അഡ്വക്കേറ്റ് അന്നമ്മ ജോർജ്, അഡ്വക്കേറ്റ് ടി പി ഏലിയാസ് വൈസ് പ്രസിഡന്റുമാരായും, അഡ്വക്കേറ്റ് വി വി ഷാജി ജനറൽ സെക്രട്ടറിയായും, ശ്രീ പി ഒ ജോർജ് ജോയിന്റ് സെക്രട്ടറിയായും, ശ്രീ മാത്യു വർഗീസ് ട്രഷറർ, എ ഒ വർഗീസ് മേളാമ്പറമ്പിൽ, ശ്രീ വി പി തോമസ്, പ്രൊഫസർ മാത്യു മാവേലിൽ എന്നിവർ കമ്മിറ്റി അംഗങ്ങളുമായിരുന്നു. ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഭരണഘടന പ്രാബല്യത്തിൽ വരികയും 1999 ജനുവരി 26 ഭരണഘടനാ അനുസൃതമായി ആദ്യ സഭാതല നേതൃത്വ സമിതി നിലവിൽ വരികയും ചെയ്തു. ഭരണഘടനയുടെ ആദ്യ അധ്യായം പേര്, ലക്ഷ്യം, വ്യാപ്തി ഇവ വ്യക്തമാക്കുകയും തുടർന്നുള്ള അധ്യായങ്ങൾ കർമ്മപരിപാടികൾ, അംഗത്വം, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയ നടപടിക്രമങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നു. ആദ്യ ഭരണസമിതിയിൽ രക്ഷാധികാരി അഭിവന്യ ആർച്ച് ബിഷപ്പ് സിറിൽ മാർ ബസേലിയോസ്, ചെയർമാൻ അഭിവന്യ ഗീവർഗീസ് മാർ ദിവന്യാസിയോസ്, വൈദിക ഉപദേഷ്ടാവ് റവറൻഡ് ഫാദർ വർഗീസ് മാവേലിൽ, പ്രഥമ നേതൃത്വ സമിതിക്ക് പ്രസിഡന്റ് ബഹുമാനനായ ഷെവലിയർ വർഗീസ് കരിപ്പായൽ, തിരുവല്ല രൂപത, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോൺ എബ്രഹാം, തിരുവനന്തപുരം അതിരൂപത, ട്രഷറർ ശ്രീ പി ജോസഫ്, മാർത്താണ്ഡം രൂപത എന്നിവർ നേതൃത്വം നൽകി. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായിരുന്ന അഭിവന്യ മോർ ആൻഡ് മോർ സിറിൽ ബസേലിയോസ് കാത്തോലിക്ക ബാബ പ്രഥമ രക്ഷാധികാരിയായും, അത്യഭിവന്യ കർദിനാൾ മോർ ആൻഡ് മോർ ബസേലിയോസ് ക്ലിമീസ് കാത്തോലിക്ക ബാബ ഇപ്പോഴത്തെ രക്ഷാധികാരിയുമാണ്. മലങ്കര കത്തോലിക്ക എപ്പിസ്കോപ്പൽ സിനഡ് നിശ്ചയിക്കുന്ന മെത്രോപൊലിത്തനായിരുന്ന അഭിവന്യ ഗീവർഗീസ് മാർ ദിവന്യാസിയോസ് പ്രഥമ ചെയർമാനും, അഭിവന്യ ജോഷ്വ മാർ ഇഗ്നാത്തിയോസ് തുടർന്നുള്ള ചെയർമാനും, അഭിവന്യ മാത്യൂസ് മാർ പോളികാർപ്പോസ് ഇപ്പോഴത്തെ ചെയർമാനുമായി തുടരുന്നു. റവറൻഡ് ഫാദർ വർഗീസ് മാവേലി, റവറൻഡ് ഫാദർ ജോൺ തോമസ് കണ്ടത്തിങ്ങൽ, റവറൻഡ് ഫാദർ മത്തായി കടവിൽ OIC, റവറൻഡ് ഫാദർ ജോൺ തുണ്ടിയത്ത്, റവറൻഡ് ഫാദർ ജോൺ അരീക്കൽ, റവറൻഡ് ഫാദർ മാത്യൂസ് കുഴിവിള എന്നിവർ വൈദിക ഉപദേഷ്ടാക്കളായിരുന്നു. 2002-2005 കാലയളവിൽ ശ്രീ വി പി തോമസ് ബത്തേരി പ്രസിഡന്റായും, ശ്രീ ഷിബു വർഗീസ് തിരുവല്ല ജനറൽ സെക്രട്ടറിയായും, ശ്രീ തങ്കമണി മാർത്താണ്ഡം ട്രഷററായും നേതൃത്വ സമിതി നിലവിൽ വന്നു. 2005-2007 തോമസ് ജോൺ തേവരത്ത് മാവേലിക്കര രൂപത പ്രസിഡന്റായും, ശ്രീ വി പി മത്തായി ബത്തേരി ജനറൽ സെക്രട്ടറിയായും, ലോറൻസ് പോൾ മൂവാറ്റുപുഴ രൂപത ട്രഷററായും സഭാതല സമിതിക്ക് നേതൃത്വം നൽകി. തുടർന്ന് 2007-2009 പ്രൊഫസർ ജേക്കബ് എം എബ്രഹാം പ്രസിഡന്റ്, ശ്രീ PJ ഗീവർഗീസ് തിരുവനന്തപുരം ജനറൽ സെക്രട്ടറി, ശ്രീ ഫിലിപ്പ് നൈനാൻ ബത്തേരി ട്രഷറർ. 2009-2011 ശ്രീ പോൾ രാജ് മാർത്തണ്ഡം പ്രസിഡന്റ്, ശ്രീ ബേബി കരിയത്ത് മൂവാറ്റുപുഴ ജനറൽ സെക്രട്ടറി, ശ്രീമതി ലീലാമ ജേക്കബ് തിരുവാലിയിൽ മാവേലിക്കര ട്രഷറർ. 2011-2013 അഡ്വക്കേറ്റ് തോമസ് എം മാത്തുണ്ണി പ്രസിഡന്റ് മാവേലിക്കര, ശ്രീ തോമസ് നാച്ചേരി ബത്തേരി ജനറൽ സെക്രട്ടറി, ശ്രീ Y രാജു തിരുവനന്തപുരം ട്രഷറർ. 2013-2015 ശ്രീ ഫിലിപ്പ് കടവിൽ മൂവാറ്റുപുഴ പ്രസിഡന്റ്, ശ്രീ സജി ജോൺ മാവേലിക്കര ജനറൽ സെക്രട്ടറി, ശ്രീ ജേക്കബ് മാത്യു തിരുവല്ല ട്രഷറർ. 2015-2016 ശ്രീ PK ജോസഫ് പത്തനംതിട്ട പ്രസിഡന്റ്, ശ്രീ തോമസ് ചെറിയാൻ തിരുവനന്തപുരം ജനറൽ സെക്രട്ടറി, ശ്രീ തങ്കച്ചൻ ചെരുവുപുരയിടം ബത്തേരി ട്രഷറർ. 2017-2018 മോൺസൺ K മാത്യു തിരുവനന്തപുരം പ്രസിഡന്റ്, ശ്രീ ബാബു കല്ലിങ്കൽ തിരുവല്ല ജനറൽ സെക്രട്ടറി, സണ്ണി ജോർജ് പത്തനംതിട്ട ട്രഷറർ. 2019-2020 ശ്രീ VP മത്തായി ബത്തേരി പ്രസിഡന്റ്, ശ്രീ ചെറിയാൻ ചെന്നീർക്കര പത്തനംതിട്ട ജനറൽ സെക്രട്ടറി,
ശ്രീ ബാബു അമ്പലത്തുംകാല മാവേലിക്കര ട്രഷറർ. 2021-22 ശ്രീ പോൾ രാജ് മാർത്താണ്ഡം പ്രസിഡന്റ്, ശ്രീ VC ജോർജ് കുട്ടി മൂവാറ്റുപുഴ ജനറൽ സെക്രട്ടറി, ശ്രീ ജോസ് വർഗീസ് പുത്തൂർ ട്രഷറർ. 2023-2024 അഡ്വക്കേറ്റ് എബ്രഹാം പട്ടിയാനി ഡൽഹി പ്രസിഡന്റ്, ശ്രീ ധർമ്മരാജ് പാറശാല ജനറൽ സെക്രട്ടറി, ശ്രീ VA ജോർജ് പൂന ട്രഷറർ. 2025-2026 ഡോക്ടർ ബൈജു SR പുത്തൂർ പ്രസിഡന്റ്, ശ്രീ P രാജേന്ദ്രബാബു മാർത്താണ്ഡം ജനറൽ സെക്രട്ടറി, അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ മൂവാറ്റുപുഴ ട്രഷറർ. നിലവിൽ ഡോക്ടർ ബൈജുവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് പ്രവർത്തനം മുന്നോട്ട് നയിക്കുന്നത്. MCAയുടെ സ്വർഗീയ മധ്യസ്ഥൻ വിശുദ്ധ യൗസേപ്പ് പിതാവാണ്. തൊഴിലാളി മധ്യസ്ഥൻ കൂടിയായ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ദിനമായ മെയ് 1 അൽമായ ദിനമായി ആചരിക്കുന്നു. മെയ് 1 ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ച അൽമായ ദിനമായി ഇടവകകളിൽ ആചരിക്കുകയും അന്നത്തെ സ്തോത്രക്കാഴ്ച MCAയുടെ പ്രവർത്തന ഫണ്ടായി വിനിയോഗിക്കുകയും ചെയ്യുന്നു. 2026 അൽമായ ദിനാഘോഷം സഭാതലത്തിൽ മെയ് 1 ചന്ദനപ്പള്ളി ദേവാലയത്തിൽ വെച്ച് MCMFൻ്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്നു. വന്യ ഗീവർഗീസ് നെടിയത്ത് റമ്പാൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ MCA സഭാതല പ്രസിഡന്റ് ശ്രീ ബൈജു SR, മാതൃസംഘം സഭാതല പ്രസിഡന്റ് ശ്രീമതി ഷീജ എബ്രഹാം തുടങ്ങിയവർ അൽമായ ദിനാശംസകൾ നേർന്നു. പ്രസ്ഥാനത്തിൻ്റെ ശക്തിയും സംഘടനാപാഠവും വ്യക്തമാക്കുന്ന അൽമായ സംഗമമാണ് കർമ്മപരിപാടികളിൽ മുഖ്യം. പുനരൈക്യ വാർഷിക ആഘോഷത്തോടൊപ്പം ഈ ആഗോള അൽമായ സംഗമം എല്ലാ വർഷവും വിപുലമായി നടത്തപ്പെടുന്നു. വിവിധ ദിനാചരണങ്ങൾ കർമ്മപരിപാടികളിൽ ഉൾപ്പെടുത്തി ആചരിക്കപ്പെടുന്നു. ഒക്ടോബർ 9 തിരുവനന്തപുരം നാലാഞ്ചിറ ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച് പട്ടം കത്തീഡ്രൽ ദേവാലയത്തിൽ സമാപിക്കുന്ന മാർ ഗ്രിഗോറിയസ് അനുസ്മരണ ശാന്തിയാത്ര ഏറെ ശ്രദ്ധേയമാണ്. വിദ്യാർത്ഥികളുടെ അഭിരുചി കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനുമായി വർഷം തോറും നടത്തിവരാറുള്ള ലൈറ്റ് പരിശീലന ക്യാമ്പ് ഏറെ ശ്രദ്ധേയമായ കർമ്മപരിപാടികളിൽ ഒന്നാകുന്നു. ഈ വർഷത്തെ ലൈറ്റ് 26 പരിശീലന ക്യാമ്പ് മെയ് 8 മുതൽ 10 വരെ തിരുവല്ല മാക്ഫാസ്റ്റ് കോളേജിൽ വെച്ച് നടത്തപ്പെടുന്നു. സഭയുടെയും സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും ആവശ്യകതകളും സാധ്യതകളും അനുസരിച്ച് വിവിധങ്ങളായ പദ്ധതികളും പരിശീലന പരിപാടികളും ബോധവൽക്കരണ സംരംഭങ്ങളും കാലാകാലങ്ങളായി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. 2025 പ്രവർത്തന വർഷ കാലഘട്ടത്തിൽ വിവിധങ്ങളായ പരിപാടികളും പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ സാധിച്ചു. 2025 ജനുവരി 25-26 തീയതികളിൽ മാവേലിക്കരയിൽ വെച്ച് നടന്ന ജനറൽ അസംബ്ലിയിൽ ഡോക്ടർ ബൈജു SRൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുക്കപ്പെട്ടവരായ പുതിയ ഭാരവാഹികൾ അഭിവന്ദ്യരായ പിതാക്കന്മാർക്കൊപ്പം കാലാകാലങ്ങളിൽ MCAയുടെ ആശയപ്രചാരണത്തിനും വിശദീകരണങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി MCA ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചിരുന്നു. 2025 മാർച്ച് 16 നടന്ന വോയിസ് ഓഫ് MCA പ്രസിദ്ധീകരണ ചടങ്ങ്, 2025 മെയ് 4 പാറശാല കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് നടന്ന അൽമായ ദിനാചരണം, ലൈറ്റ് 2025 മെയ് 16, 17, 18 തീയതികളിൽ തിരുവല്ല മാക്ഫാസ്റ്റിൽ വെച്ച് സംഘടിപ്പിച്ച ലൈറ്റ് 25, 2025 ജൂൺ 28 മാർത്താണ്ഡം ഭദ്രാസനത്തിൽ വെച്ച് നടന്ന വനിതാ ശാക്തീകരണ ദിനവും പരിസ്ഥിതി ദിനാചരണവും, ജൂലൈ 6 സെന്റ് തോമസ് ദിനത്തോടനുബന്ധിച്ച് നടത്തിയ മലയാറ്റൂർ തീർത്ഥാടനം, ചെറുകിട സംരംഭകർക്കുള്ള ധനസഹായ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം, ജൂലൈ 15 വിഴിഞ്ഞം സ്പാർക്കിൽ വെച്ച് അർദ്ധവാർഷിക അസംബ്ലി, വൈദിക ദിനാചരണം ഓഗസ്റ്റ് 4, സെപ്റ്റംബർ 19 അടൂരിൽ നടന്ന അൽമായ സംഗമം,
മിഷൻ സന്ദർശനം. ഓരോ രൂപതയ്ക്കും ദേവാലയ നിർമ്മാണത്തിന് 10 ലക്ഷം രൂപയും ഭവന നിർമ്മാണത്തിന് 6 ലക്ഷം രൂപയും നൽകുന്ന നൂതനമായ ഒരു സംരംഭം ഈ സമിതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. ഈ സംരംഭങ്ങൾ ഉൾപ്പെടെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വിദ്യാഭ്യാസ സഹായ നിധി ഉൾപ്പെടെ മറ്റു പദ്ധതികൾക്കുമായി ആകെ 2,60,00,000 രൂപ ഇതിനായി സ്വരൂപിച്ച് വിതരണം ചെയ്യുന്നു. പത്തനംതിട്ട രൂപതയിലെ ദേവാലയ നിർമ്മാണത്തിനും ഭവന നിർമ്മാണത്തിനും ആവശ്യമായ വിഹിതത്തിൻ്റെ ആദ്യ ഗഡു മെയ് 1 ചന്ദനപ്പള്ളിയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ വെച്ച് സഭാതല പ്രസിഡന്റ് ഡോക്ടർ ബൈജു SR, പ്രോജക്റ്റ് കൺവീനർ അഡ്വക്കേറ്റ് ബിനോയ് ജോർജ് മണ്ണിക്കരോട്ട് എന്നിവർ പത്തനംതിട്ട രൂപത MCA ഭാരവാഹികൾക്ക് വിതരണം ചെയ്യുന്നു. ഓരോ രൂപതയും പുതുതായി 1000 ലൈഫ് മെമ്പർഷിപ്പുകൾ എന്ന ദൗത്യമാണ് സഭാതല സമിതി രൂപതാ സമിതികൾക്ക് നൽകിയിരിക്കുന്നത്. ഈ ദൗത്യം പൂർത്തിയാകുന്നതോടെ വലിയൊരു മുന്നേറ്റം MCAയ്ക്ക് കൈവരും. സഭയുടെ വളർച്ചയും വികസനവും വ്യാപനവും അനുസരിച്ച് MCAയുടെ ആശയങ്ങളും നയങ്ങളും സംഘടനാ സംവിധാനങ്ങളും നവീകരണ വിധേയമായിട്ടുണ്ട്. അതിനായി മലങ്കര കത്തോലിക്ക എപ്പിസ്കോപ്പൽ സിനഡിൻ്റെ അംഗീകാരത്തോടെ MCA ഭരണഘടന പല സമയത്തും കാലോചിതമായി പരിഷ്കരിച്ചിട്ടുണ്ട്. അനിവാര്യമായ പരിഷ്കരണം ഈ സമിതിയും പൂർത്തിയാക്കി പരിശുദ്ധ സുന്നകദോസിൻ്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുണ്ട്. സഭയുടെ സംരംഭങ്ങളിലും ആഘോഷങ്ങളിലും ആചരണങ്ങളിലുമുള്ള സജീവ പങ്കാളിത്തം കൊണ്ട് സഭയുടെ മുഖ്യധാരയിൽ നിലയുറപ്പിക്കുന്നതിനും സഭാ നേതൃത്വത്തിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുന്നതിനും പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കുന്നതിനും MCA നേതൃത്വം എക്കാലവും ശ്രദ്ധിച്ചിരുന്നു. MCAയുടെ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുകയും പ്രവർത്തനങ്ങളെ കൃത്യതയോടെ നിരീക്ഷിക്കുകയും ചെയ്യുന്ന അഭിവന്യ കർദിനാൾ മോറാൻമോർ ബസിലിയോസ് ക്ലെയ്മീസ് കാതോലിക്ക ബാബയ്ക്ക് അൽമായ സഭാസമൂഹത്തിൻ്റെ നന്ദിയും ആദരവും രേഖപ്പെടുത്തുന്നു. ദീർഘകാലം MCAയുടെ ചെയർമാനായി പ്രവർത്തിച്ച് നിരന്തരമായ സാന്നിധ്യത്തിലൂടെയും സമ്പർക്കത്തിലൂടെയും പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുകയും നേതാക്കന്മാരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാൻ പ്രോത്സാഹനം നൽകി സജ്ജരാക്കുകയും ചെയ്ത അഭിവന്യ ജോഷ്വ മാർ ഇഗ്നാത്തിയോസ് പിതാവിന് MCAയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. MCAയുടെ പ്രവർത്തന മേഖലയ്ക്ക് മുൻഗണന നൽകി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന MCAയുടെ പുതിയ ചെയർമാൻ അഭിവന്യ മാത്യൂസ് മാർ പോളികാർപ്പസ് പിതാവിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. സഭാപിതാക്കന്മാരെല്ലാവരും MCAയ്ക്ക് നിർലോഭമായ പിന്തുണയും പ്രോത്സാഹനവുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ അഭിവന്യരായ പിതാക്കന്മാരെയും ആദരപൂർവ്വം ഓർക്കുന്നു. MCAയുടെ സഭാതലം, രൂപതാതലം, വൈദിക ജില്ലാതലം, ഇടവക തലങ്ങളിൽ MCAയ്ക്ക് വേണ്ടി എല്ലാ പിന്തുണയും പ്രോത്സാഹനവും അംഗീകാരവും നൽകി പ്രസ്ഥാനത്തെ നയിക്കുന്ന എല്ലാ വന്യവൈദികന്മാരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. വിപുലമായ ഒരു വിവരശേഖരണത്തിൻ്റെ ആദ്യ കാൽവയ്പ്പാണ് ഈ സംരംഭം. പരിമിതികൾ ഏറെയുണ്ട്. മുൻകാല പ്രവർത്തന രേഖകളുടെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സംരംഭം പൂർത്തിയാക്കുന്നതിന് MCA സഭാതല സമിതിയെ സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചെറിയ ഡോക്യുമെൻ്ററി ഫിലിം ഏവർക്കുമായി സമർപ്പിക്കുന്നു.